SPCയുടെ സെലക്ഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മുൻകാല ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സംഗീത മേഖലയിൽ നിന്നും ഭാരതത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന കരസ്ഥമാക്കിയ ആദ്യ വനിത MS സുബ്ബലക്ഷ്മി. 2024 ജനുവരി 26 രാജ്യം എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത്? 75ാമത്തെ. 2022 ഫെബ്രുവരി മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി ഉദ്ഘാടനം ചെയ്തത് ഏത് ഇന്ത്യൻ നഗരത്തിലാണ്? ഹൈദരാബാദ്. മലമ്പുഴ കൊമ്പാച്ചി മലയിടുക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ല. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. റൈറ്റ് ഡ്രസ് കമാൻഡ് കിട്ടുമ്പോൾ റൈറ്റ് ഗൈഡിൻ്റെ പ്രവൃത്തി എന്താണ്? പ്രവൃത്തിയില്ല. അറ്റൻഷൻ പൊസിഷനിൽ ഇരു കാൽപാദങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. SPC മാനുവൽ പ്രകാരം സ്റ്റാൻഡ് അറ്റ് ഈസ് പൊസിഷനിൽ രണ്ട് കാൽപാദങ്ങൾക്ക് ഇടയിൽ ആവശ്യമായ അകലം എത്ര ഇഞ്ചാണ്? 10 ഇഞ്ച്. ഫോൾ ഇൻ ആയി നിൽക്കുന്ന പ്ലാറ്റൂണിന് മൂവ് ടു ദി റൈറ്റ് ഇൻ 3 റൈറ്റ് ടേൺ കമാൻഡിൻ്റെ പ്രവൃത്തി എന്താണ്? വലത്തേക്ക് തിരിഞ്ഞ് കാലുകൾ കൂട്ടിച്ചേർക്കുന്നു. ഫോൾ ഇൻ ആയി നിൽക്കുമ്പോൾ ഓപ്പൺ ഓർഡർ മാർച്ച് കമാൻഡിൽ മിഡിൽ റാങ്കിൻ്റെ പ്രവൃത്തി എന്താണ്? പ്രവൃത്തിയില്ല. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല. നിലവിൽ SPCയുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് നോഡൽ കമ്മിറ്റി കൺവീനർ ആരാണ്? P വിജയൻ IPS. കേരളത്തിൽ എത്ര SPC ജില്ലകളാണ് നിലവിൽ ഉള്ളത്? 20. SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 2/8/2010. SPC പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ്? വി ലേൺ ടു സെർവ്. കേരളത്തിലെ നിലവിലെ എക്സൈസ് കമ്മീഷണർ ആരാണ്? മഹിപാൽ യാദവ് IPS. ഏത് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഔദ്യോഗിക വാഹനത്തിൽ പതാക ഉപയോഗിക്കാത്തത്? സൂപ്രണ്ട് ഓഫ് പോലീസ്. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ. ഫെബ്രുവരി 12 ഏത് പ്രശസ്ത വ്യക്തിയുടെ ജന്മദിനമാണ്? എബ്രഹാം ലിങ്കൺ. ചെറുകഥ മാത്രമേ എഴുതൂ എന്ന് തീരുമാനിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത എഴുത്തുകാരൻ ആരാണ്? T പത്മനാഭൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ക്യാപ്റ്റനായ ആദ്യത്തെ മലയാളി? സഞ്ജു സാംസൺ. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16. SPC പദ്ധതിയുടെ സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ ആരാണ്? പ്രധാന അധ്യാപകൻ. ലഹരിക്കെതിരെ SPC പദ്ധതി നടപ്പിലാക്കി വരുന്ന കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഏതാണ്? SPC എഗനിസ്റ്റ് അഡിക്ഷൻ.
കേഡറ്റിന് സമൂഹത്തോട് എന്താണ് വേണ്ടത്? സാമൂഹിക പ്രതിബദ്ധത. SPC ഗീതം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഉണർന്നിരിക്കും ഹൃദയങ്ങൾ. SPC പദ്ധതിയിൽ ഒരു വർഷം പ്രവേശനം ലഭിക്കുന്ന പരമാവധി കേഡറ്റുകളുടെ എണ്ണം 22. IGP റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഔദ്യോഗിക വാഹനത്തെ പതിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം. ഒരു നക്ഷത്രം, അതിൻ്റെ താഴെ കുറുകെയുള്ള വാളും ദണ്ടും ഉണ്ട്. ഇന്ദിര ആവാസ് യോജന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഭവന നിർമ്മാണം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 35 വയസ്സ്. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ട്രാഫിക് സിഗ്നലിലെ മഞ്ഞ വെളിച്ചം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ മുന്നോട്ട് പോകുക, ഓപ്ഷൻ ബി നിർത്തുക, ഓപ്ഷൻ സി ജാഗ്രത പാലിക്കുക. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ.